മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസിനെതിരെ ആരോപണം തുടർന്ന് KT ജലീൽ MLA. PK ഫിറോസ് ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ സെയിൽസ് മാനേജറാണെന്നും മാസം 5.5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നുണ്ടെന്നും ആരോപണം. 2024 മാർച്ച് മുതലാണ് ശമ്പളം വാങ്ങുന്നതെന്നും ജലീൽ. ഇതിന്റെ രേഖകളും പുറത്തുവിട്ടു. സിറിയക് ജോസഫിനെ ലീഗ് നേതാക്കൾ സ്വാധീനിച്ച് ബന്ധു നിയമനത്തിൽ തനിക്കെതിരെ നടപടിയെടുപ്പിച്ചതെന്നും ജലീൽ ആരോപിച്ചു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇത്തരത്തിൽ പാരമ്പര്യമായി യാതൊരു പൈസയുടെ അല്ലെങ്കിൽ സ്വത്തിന്റെ പിൻബലമില്ലാതെ വന്ന് വലിയ സമ്പന്നതയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള ഒന്നിലധികം ബിസിനസ്സുകൾ, പക്ഷെ അതിൽ ഒന്നിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണത്രേ PK ഫിറോസ്. കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം 5.25 ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, PK ഫിറോസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഒപ്പം രേഖകൾ സഹിതം തെളിവുകൾ സഹിതം ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് KT ജലീൽ. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജലീൽ പറയുന്നത്? നേരത്തെയും ഈ PK ഫിറോസിനെതിരെ KT ജലീൽ ആരോപണങ്ങളുമായി വന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോടമാണ് ഇപ്പോൾ പുതിയ ആരോപണവുമായി KT ജലീൽ വന്നിരിക്കുന്നത്. ഈ PK ഫിറോസ് ഒരു ദുബായ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി നോക്കുന്നു. അതിന്റെ കാർഡ് ഉൾപ്പെടെ തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ ലേബർ കാർഡും അതോടൊപ്പം തന്നെ അതിന്റെ രേഖകളടങ്ങിയ ഒരു രേഖകളും ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ KT ജലീൽ പുറത്തുവിടുകയും ചെയ്തു. മാസം 5.25 ലക്ഷം രൂപയാണ് ഫിറോസ് ഈ കമ്പനിയുടെ മാനേജർ എന്ന് പറഞ്ഞ് പിന്നെ സാലറി വാങ്ങുന്നത്. 21/3/2024 മുതൽ ഫിറോസ് ഈ ശമ്പളം വാങ്ങുന്നുണ്ട്. അതേസമയം 2021 മത്സരിക്കുമ്പോൾ 25 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഫിറോസിന് എങ്ങനെയാണ് ഇത്തരത്തിൽ 2004 ആകുമ്പോഴേക്കും എങ്ങനെ ഇത്ര സാലറി വാങ്ങുന്ന ഒരു ജോലി കിട്ടിയെന്നത് ഇദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ KT ജലീൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് സിറിയക് ജോസഫിനെതിരെ ഉള്ള ഒരു ആരോപണം. അതായത് ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയ സമയത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സിറിയക് ജോസഫിനെ സ്വാധീനിച്ചാണ് തന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റാൻ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കൾ ശ്രമിച്ചത് എന്നുള്ള ആരോപണവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അജി.